ആത്മഹത്യ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്തെന്ന് അറിഞ്ഞാൽ മതി, ഇത്രേ ഉള്ളൂ. എന്താ പറ്റിയെന്ന് അറിയണം. ഞങ്ങൾക്കത് സംശയം 100% ആൾ ചെയ്യില്ല. അത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. സബ് ജയിലിൽ വെച്ച് മരണപ്പെട്ട ശരത് പ്രസാദിൻ്റെ അനിയനാണ് ഞാൻ. എൻ്റെ പേര് സജിത്ത്. ഞാൻ ആക്ച്വലി പുറത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സംഭവം അറിഞ്ഞാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന പ്രകാരം പോലീസുകാർ പറയുന്നത് അവിടെ വെച്ച് സ്വയമേ മരിച്ചെന്നുള്ള രീതിയാണ് അവർ പറയുന്നത്. പക്ഷേ എൻ്റെ ചേട്ടനായതുകൊണ്ട് എനിക്ക് ആളെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും പുള്ളി അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല. പുള്ളി ഇന്നവരെ അങ്ങനത്തെ ഒരു രീതിക്ക് ചിന്തിക്കുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ആൾ ചെയ്യില്ല. ഇപ്പം ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് DSP ആയിട്ട് സംസാരിച്ചപ്പോഴും സാറിനോടുത്ത് പറഞ്ഞത് ആൾ സ്വയമേ തന്നെ ചെയ്തതാണ്. അവിടുത്തെ അവരുടെ CCTV വിഷ്വൽസ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞങ്ങൾ ഇതുവരെയായിട്ട് അവർ കാണിക്കാനായിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ഞങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണോ ഫാമിലിയായിട്ടൊന്ന് സംസാരിക്കണോ ഇതുവരെയായിട്ടും സ്റ്റേഷനിൽ നിന്ന് ആരും ഇതുവരെയായിട്ടൊന്നും വന്നിട്ടില്ല നിലവിൽ. ഇന്നലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അവിടെ ആരുമില്ല. ഞങ്ങൾ പിന്നെ സൗത്ത് സ്റ്റേഷനിൽ ചെന്ന് അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾ വരും മജിസ്ട്രേറ്റൊക്കെ എത്തണമെന്നും പറഞ്ഞ് അങ്ങനെ വരുന്നത്. പിന്നെ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അവരുടെ അടുത്ത് പറയുകയുണ്ടായി. ആൾ ഇതാണൊക്കെ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം എൻ്റെ അടുത്ത് ഇന്നലെ DSP പറയുന്ന കാര്യം, പുള്ളി ഇന്നലെ അവിടെ ഒരു ടാപ്പയിൽ ചവിട്ടി നിന്നിട്ട് അവിടുന്ന് മേളിലോട്ട് ചാടി പിടിച്ച് പുള്ളി കുടുക്കിട്ടെന്നുള്ള രീതിയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് പുള്ളിയുടെ കാലിന് തീരെ എൻ്റെ കൂട്ടുകാർ ഇവിടെ വെച്ച് പറഞ്ഞു, വണ്ടിയിലോട്ട് കയറിയത് തന്നെ കാലിന് തീരെ പറ്റാതെയാണ് വണ്ടിയിലോട്ട് കയറുന്നത്. വണ്ടിയിലോട്ട് കയറിയിട്ട് പോലും പുള്ളി നല്ല കരച്ചിലായിരുന്നു പറഞ്ഞു. പക്ഷെ പുള്ളി അങ്ങനെ അത്യാവശ്യം വേനൊക്കെ വന്നിട്ട് സഹിക്കുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളായിട്ടൊന്നും പുള്ളി പോവില്ല. ആ ആൾ അവിടുത്തെ സബ് ജയിലിൽ വെച്ച് അവിടുത്തെ ആ ഹൈറ്റിൻ്റെ ഇതിൽ പുള്ളി ചാടി മേളിൽ കയറി അവിടെ മേളിൽ പിടിച്ച് ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് ഒരു കൈ കൊണ്ട് അവർ ഈ ഹുക്കിട്ടെന്ന് പറയുന്നത് ഞങ്ങളത് പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കുന്നില്ല പുള്ളിയുടെ ഇത് വെച്ചിട്ട്. അപ്പം പോലീസുകാർ തീർത്ത് അവരൊരു ഇതായിട്ടുള്ള രീതിയാണ് പറയുന്നത്. അപ്പം CCTV ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, സാർ അത് നോക്കാനായിട്ട് അവിടെ മോണിറ്റർ ചെയ്യാനായിട്ട് ആളുകളില്ലേ? അപ്പം 3 പേര് ഉണ്ടെന്ന് പറഞ്ഞു. ആ 3 പേര് ഇന്നലെ അവിടെ ഉള്ളതാണ്. ഈ പറയപ്പെടുന്ന സമയത്ത് അവരാരുടെയും പ്രസൻസ് അവിടെ ഇല്ല. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഞങ്ങൾക്ക് ഇതുണ്ടാക്കുന്നുണ്ട്. അപ്പം പിന്നെ അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്കത് അറിഞ്ഞൂടാ. കാരണം ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളത് പിടിച്ചാൽ നിൽക്കുന്നുണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക്. അവരുടെ ഭാഗത്തുനിന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് ഞങ്ങൾ വന്നത്. കാരണം നിങ്ങൾ ത്രൂ ആണ് ഇനി ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കത് കിട്ടാനായിട്ട്. പരാതി ഞങ്ങൾ നേരിട്ട് കൊടുത്തില്ല. ഇന്നലെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ മൊഴി കൊടുക്കുമ്പോഴും ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു, ചേട്ടൻ്റെ വൈഫാണ്, ഞങ്ങൾ രണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അവരത് അന്വേഷിക്കുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഇതിന് ശേഷം വേണം ഞങ്ങൾക്ക് SP-ക്ക് നാളെ തന്നെ അത് പരാതി കൊടുക്കാനായിട്ട്. നാളെ തന്നെ ഞങ്ങളത് കൊടുക്കുന്നുണ്ട്, വക്കീലായിട്ട് സംസാരിച്ചിട്ട് അത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നാളെ തന്നെ. കാരണം അത് ഞങ്ങൾക്ക് അത്രക്കൊരു ബോധ്യമല്ല. ഞങ്ങൾക്കത് സംശയം 100% ആൾ ചെയ്യില്ല. അത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അത് 100% അത് വേറെ ഒരു ഇതുമില്ല. ആത്മഹത്യ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്തെന്ന് അറിഞ്ഞാൽ മതി, ഇത്രേ ഉള്ളൂ. എന്താ പറ്റിയെന്ന് അറിയണം. അങ്ങനെ ചെയ്യില്ല. പോലീസുകാർ നിങ്ങളോട് എന്താ പറഞ്ഞത്? വൈഫിനോട് എന്താ പറഞ്ഞത്? പോലീസുകാർ സംസാരിച്ചില്ല. മജിസ്ട്രേറ്റ് നേരിട്ട് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നമ്മൾ പറയാനുണ്ടായത്. ആൾ ഞങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളും എല്ലാം